ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എത്തിയത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ കോഴിക്കാർപ്പിന്റെ ഫാമിക്കാട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ്. കാരണം ജപ്പാൻ കോഴിക്കാർപ്പ് മാത്രമേ ഈ ഒരു ഫാമിലുള്ളൂ. കേരളത്തിലെ നമ്പർ വൺ ഫാമാണത്. അപ്പോൾ ഏകദേശം ഒരു 30ഓളം വെറൈറ്റി ജപ്പാൻ കോഴിക്കാർപ്പുകൾ ഇവിടെ ഉണ്ട്. 30ഓളം വെറൈറ്റി നമ്മൾ ആദ്യമായിട്ടാണ് അത്രയും കാണുന്നത്. അപ്പോൾ ഫാമിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ പേരെന്ന് പറയാം? പേര് അസ്കർ. അപ്പോൾ അസ്കർ, നമ്മൾ കറക്റ്റ് സ്ഥലം ഇപ്പോൾ ഇത് നമ്മള് തിരുവങ്ങാടിയിൽ നിന്ന് നമ്മൾ കുളപ്പുറം പോണ റോഡാണ്. കുളപ്പുറം പോകുന്ന റോഡ്. അപ്പോ ഇപ്പൊ എന്താ ഈ ഫാമിന്റെ ഇപ്പൊ പ്രത്യേകത? ഇതിപ്പോ ഫാമിന്റെ പ്രത്യേകത ഇവിടെ ജപ്പാൻ കോഴിക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫാമിന്റെ പേര് VGR കോഴിഫിഷ്. VGR കോഴിഫിഷ്, ജപ്പാൻ കോഴിക്കാർ മാത്രം അല്ലേ? നമുക്ക് ലൊക്കേഷൻ ആണെങ്കിൽ ഗൂഗിളിൽ നമുക്ക് കിട്ടും. കറക്റ്റായിട്ട് നമ്മള് തിരുവാടിയിൽ നിന്ന് വരുമ്പോ കുളപ്പുറം പോണ റൂട്ടില് ഒരു 200 മീറ്റർ വന്നു കഴിഞ്ഞാല് കറക്റ്റ് ലൊക്കേഷൻ. ഓക്കെ. അപ്പൊ ഒരു ഓഫീസ് സെറ്റപ്പിലാണ് ഫസ്റ്റിലൂടെ കാണുന്നത്. ബാക്കിലാണ് അതിന്റെ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോ ജപ്പാൻ കോഴിക്കാർപ്പിന് മാത്രമായിട്ട് അത് ഇവിടെ വെള്ളമായിട്ടുള്ളൂ ശരിക്കും അല്ലേ? അത് ഓരോ ഫാമിന് ഇത് ജപ്പാനത്തെ പല വലിയ വലിയ ഫേമസ് ഫിഷ് ഫാം ഉണ്ട്. ആ ഫിഷ് ഫാമിലെ സർട്ടിഫിക്കറ്റ് കൂടിയാണ് ഇവിടുന്ന് കൊടുക്കുന്നത് ഏകദേശം അല്ല? എല്ലാ ഫിഷുകളും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ജപ്പാൻ കോഴിക്കാർപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫിഷ് കോഴിക്കാർപ്പിന്റെ മാതിരിയല്ല. വളരെയധികം ഗ്രോത്തും നല്ല കളറും നല്ല ഷേപ്പും ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലേ? വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നതാണ്. ഒരു ടാങ്കിൽ കിട്ടുകഴിഞ്ഞാൽ അതിന്റെ ഹൈലൈറ്റ് എടുത്തുകൊണ്ട് കാണിക്കുക. നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ ജപ്പാൻ താര കോഴിക്കാർപ്പ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ വളർത്തുന്നത്. അത് കറക്റ്റ് സർട്ടിഫിക്കറ്റോട് കൂടി. അപ്പോൾ ഈ കോഴിക്കാർപ്പിന്, ജപ്പാൻ കോഴിക്കാർപ്പിന് താല്പര്യമുള്ളവർക്ക് അത് വളർത്തണം അത്രയും ആഗ്രഹമുള്ള ആളുകൾ, ഡ്രീം ആയിട്ട് കൊണ്ടുവരുന്ന ആളുകൾ, അവർക്ക് വന്നിട്ട് വാങ്ങിയില്ല. പിന്നെ മുൻകൂട്ടി നമ്മൾ ഇന്ത്യൻ കാർപ്പൊക്കെ ചെയ്ത് വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആദ്യത്തേക്ക് കയറാം, ഓഫീസിലേക്ക് കയറാം. ഓഫീസല്ല, ഫാമാണ്, അവിടേക്ക് കയറാം. അത് ഫ്രണ്ട്സ്, നമ്മൾ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഫാം അല്ലാത്ത ഓഫീസാണ്, പക്ഷെ ഒരു ഓഫീസ് സെറ്റപ്പ് അല്ലേ? അടിപൊളിയായിട്ടുള്ള ഒരു ഫാം സെറ്റപ്പ്, ഒരു ഫുൾ ഓഫീസിലേക്ക് വന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ജപ്പാൻ കോഴിക്കാർപ്പിന് മാത്രമായിട്ടൊരു ഫാം. അപ്പൊ എന്താ ഈ VGR ഫാം? എന്റെ ഫുൾ എന്താ? VGR എന്ന് പറഞ്ഞാല് വേങ്ങര ഫാം. ഓക്കെ. അപ്പോ ഇവിടെ 30 വെറൈറ്റികളൊക്കെ അവൈലബിൾ ആണ്. 30-ലേറെ വെറൈറ്റികളുണ്ട്. അപ്പോ ഈ ഓഫീസിന്റെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ഫാമിക്ക് പോവാം. നമുക്ക് ആദ്യം ഫാമിക്ക് പോകാം. അപ്പൊ വലിയ ബിഗ്ഗസ്റ്റ് വലിയ 3 ടാങ്കിലാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. വലിയ ടാങ്കിൽ ഫുള്ള് വെള്ളം നൽകി ഏകദേശം 1 മീറ്റർ ആഴത്തിലുള്ള ടാങ്കിലാണ് ഇവിടെ ജപ്പാൻ കോഴിക്കാർപ്പിനെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. നല്ല പളുങ്ക് പോലെ തെളിഞ്ഞിരിക്കുന്ന വെള്ളം. അപ്പൊ അത് ഫിൽട്രേഷൻ സിസ്റ്റം കൊണ്ടാണ് അത്രയും തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റിൽ കാണുന്ന ആ വലിയ ടാങ്കിൽ നമ്മള് ഏകദേശം 70 സെന്റിമീറ്റർ 60 സെന്റിമീറ്റർ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു കോഴിക്കാർപ്പുകളാണ് അതിലുള്ളത്. പിന്നെ അതിന് കുറച്ച് ചെറിയ സൈസ് ഉള്ളത്, പിന്നെ ചെറിയ സൈസിലുള്ളത്. അപ്പോൾ ഇത് മാത്രം ജപ്പാൻ കോഴിക്കാർ മാത്രം പ്രതീക്ഷിച്ച് ഈ ഒരു ഫാമിക്ക് വന്നാൽ മതി. അത്രയും ക്വാളിറ്റി സർട്ടിഫിക്കറ്റോട് കൂടി കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്കിത് വലുതാൻ തുടങ്ങാം അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഏകദേശം 70 സെന്റിമീറ്റർ അടുത്ത ഏകദേശം 2 അടിന്റെ അടുത്ത് വലിപ്പമുള്ള ആ കോഴിക്കാർപ്പിനെ നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ മതി നമ്മൾ ജപ്പാൻ കോഴിക്കാർപ്പിന്റെ മാത്രം. അപ്പൊ അതിന് ഫുള്ള് സർട്ടിഫിക്കറ്റുകൾ, അത്രയും സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞിട്ടാ. ഇതിലെല്ലാം ഏത് ഫിഷ് എടുത്താലും അതിന് സർട്ടിഫിക്കറ്റ് കൂടിയിട്ടാണ് ഇവിടുന്ന് ഫിഷ് കൊടുക്കുക. അപ്പൊ ഫ്രണ്ട്സ്, വലിയ പോണ്ടായതുകൊണ്ട് ഞാനും കൂടി ഇറങ്ങി തിരിക്കുകയാണ്. കാരണം അത്രയും വലിയ പോണ്ടായതുകൊണ്ട് നമുക്ക് ഇതിൽ ഇറങ്ങിയിട്ട് വേണം നമ്മളെ വലിയ കാർപ്പിനെ പിടിക്കാൻ. നമ്മൾ 70 സെന്റിമീറ്ററിന്റെ ആദ്യം ഇൻട്രോയിൽ പറയുന്നത് വലിയ ബിഗ്ഗസ്റ്റ് സൈസ് ആയിട്ടുള്ള കോഴിക്കാർപ്പ്. അത് വലിയ പോണ്ടിലാണ്. അപ്പോൾ നമ്മൾ അസ്കർ ഇതിലേക്ക് ഇറങ്ങിയിട്ട് പിടിക്കുന്നത്. ഞാൻ മുകളിലൊന്നുണ്ട്, ഞാൻ ഇറങ്ങുന്നില്ല. അസ്കറാണ് അതിന്റെ ടാങ്കിക്ക് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു നെറ്റ്, ഇതിന് വേറെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഈ നെറ്റിൽ നമുക്ക് കോരിയിട്ട് നമുക്ക് നോക്കി നോക്കാം, അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ. ഇതാണ് സൈറ്റ് അല്ലേ? ഇതിപ്പോ എത്ര സെന്റിമീറ്റർ ആയി പറഞ്ഞത്? ഇത് നമുക്ക് 70 സെന്റിമീറ്റർ സൈസ് ആയി. 70 സെന്റിമീറ്റർ സൈസ് ആയി അല്ലേ? അപ്പൊ എത്ര ഏജ് ആയിട്ടുണ്ടാവും ഇതിന്? ഇതിന് ഏകദേശം 3 വർഷത്തിലേറെ ഏജ് ആയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ട്. 2023. അതെ. 3 വർഷം. എന്തായാലും ഐറ്റം എന്ന് പറഞ്ഞത് ഇത് കൊഹാക്കോ. ഫീമെയിലാ മെയിൽ അത് വരുന്നത്? ഇത് നമുക്ക് മെയിലാണ് അല്ലേ? ഇതാണ് ശരിക്കും ഒറിജിനൽ ജപ്പാൻ കോഴിക്കാർപ്പ്. ഇത് ഇനി സൈസ് വരും. ഇത് ഇനി സൈസ് വെക്കും.
അപ്പൊ ഈ ഫിഷ് മേടിച്ചു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റോട് കൂടി സർട്ടിഫിക്കറ്റ് അതെ അതെ. അപ്പൊ സർട്ടിഫിക്കറ്റ് നമുക്ക് വേറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല ഇല്ല, അതതിന്റെ ട്രസ്റ്റ് ആണ്. നമുക്ക് ഒറിജിനൽ ജപ്പാൻ ആകുമ്പോ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതാണ് അതിന്റെ പ്രത്യേകത. ഇതിവിടെ എന്നാ എത്തിയ സാധനമാണ്? ഇത് നമ്മള് വാങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായി. 2 വർഷമായി. 2 വർഷമായി. അതെ. അപ്പൊ നമ്മൾ അടുത്തെടുത്തത് ഇത് വന്ന് ഓച്ചിബ വെറൈറ്റി ആണ്. ഓച്ചിബ വെറൈറ്റി കളർ അല്ലേ? വെറൈറ്റി കളർ. ഇതൊക്കെ നമ്മൾ സാധാരണ ഇവിടെ ഇന്ത്യയില് അങ്ങനെ കാണാത്ത ഒരു വെറൈറ്റി. എത്ര സെന്റിമീറ്റർ ആയി? ഇതിപ്പോ ഏകദേശം ഒരു 50 സെന്റിമീറ്റർ സൈസ് ആയിട്ടുണ്ട്. 50 സെന്റിമീറ്റർ ആയി. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് എത്ര ഏജ് ഉണ്ടാവും? ഇതിപ്പോ ഏകദേശം 2 വർഷം. 2 വർഷം പ്രായം. അതെ, 2 വർഷം പ്രായം. ഇത് ശരിക്കും ജാപ്പാനീസ് കാർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 വർഷത്തെ ഗ്രോത്ത് ആണ്. 6 വർഷത്തിൽ ഏകദേശം 90 സെന്റി 1 മീറ്ററിന്റെ അടുത്തൊക്കെ സൈസ് വരും. അതെ, അതാണ് ഷേപ്പ് ജംബോ സൈസിലേക്ക് വരും. അതെ. അടുത്തടുത്തത് ഇതാണ് നമ്മളെ സുഷി വെറൈറ്റി. സുഷിയില് നല്ല ഹൈ സുഷി, നല്ല കളറൊക്കെ കയറി നല്ല വരുന്നത് ബോഡിയിൽ മൊത്തം. ഇതൊരു 35 സെന്റിമീറ്റർ സൈസ്. നല്ല കളറ് കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് അത്. പിന്നെ ചിപ്പും ഒന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനത്തെ അങ്ങനെയൊക്കെ വരുന്നില്ല. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കൊടുക്കാൻ കഴിയും. മോഹമൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് തന്നെ സാധാരണ എല്ലാവരും കൊടുക്കുന്ന റേറ്റിന് എല്ലാവരും കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. സാധാരണ ഇപ്പൊ നമ്മള് ഇവിടെ ജപ്പാൻ കൊടുക്കുന്ന ആളുകൾക്ക് വലിയ റേറ്റിനാണ് കൊടുക്കുന്നത്. നമുക്കിത് റേറ്റ് കുറച്ചിട്ട് അഫോർഡബിൾ പ്രൈസിന് ആളുകൾക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. റീറ്റെയിൽ ഉണ്ട്, ഹോൾസെയിലൊക്കെ ആയിട്ട് കൊടുക്കാം. ഇത് ജിൻറിൻ ഷോവ. എല്ലാ സർട്ടിഫിക്കറ്റ് അടക്കാണ് കൊടുക്കുന്നത്. ചെറിയ സൈസ് ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് ഏകദേശം 40 സെന്റി സൈസ്. 40 സെന്റിമീറ്റർ. ഇത് ഡോയിറ്റ്സു സാങ്കേ. ഇത് ഫുള്ളി നമ്മ ഉണ്ടല്ല, ഡോയിറ്റ്സു എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കെയിൽ ഇല്ലാത്ത സ്കെയിലുള്ളതായിരുന്നു. അതെ, ഫുള്ള് നമ്മളെ ഫിനിഷിങ് കണ്ടില്ലേ, നമ്മളെ പെയിന്റ് അടിച്ച പോലെ ഉണ്ടാവും. നല്ല. എത്ര സെന്റിമീറ്റർ ആയി നമ്മൾ ഇത് എടുത്തത്? ഇത് ഏകദേശം 38 സെന്റിമീറ്റർ ആയി. 38 സെന്റിമീറ്റർ. അത് 2 ഇയർ ഏജ് ആണ്. അതെ. ഇതിപ്പോ ഏത് ഫാമത്തെ പറയാൻ പറ്റും നമുക്ക് ജപ്പാന്റെ? ഇത് പറയാം, സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് നോക്കി നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോ ഏത് ഫാമത്തെയാണത്? ഇത് നമ്മളെ ഹീറോയിക് കോയി ഫാം. അല്ലേ? അപ്പൊ അവരാ ഫാമിൽ ഉണ്ടായിരുന്ന ആ ഫാമത്തെ പേരിനെ ശരിക്കും ഇടല്ലേ? അതെ, അല്ല, ഫിഷിന് വേറെ വേറെ പേരുണ്ട്. ഫാമിന്റെ പേര് തന്നെ ഹൈലൈറ്റ് ചെയ്തു. കളർഫുൾ ആയിട്ട് എടുത്ത് ഇനിയിപ്പോ നമ്മള് എടുത്തത് ഇത് നമ്മള് ജെൻഡറിങ് തന്നെ അല്ലേ? ഇത് ഹൈ ഉസുരിയില് ജെൻഡറിങ് ടൈപ്പ്. നല്ല അടിപൊളി വെറൈറ്റി, നല്ല കളർ ഒരു ബ്ലാക്ക് കളറും റെഡ് കളറും. ഇത് നല്ല ഡിമാൻഡുള്ള കളറാണ്, ശരിക്കും നല്ല ഡിമാൻഡുള്ള കളർ. അതെ. ഇതിപ്പോ എത്ര സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തത്? ഇത് ഏകദേശം 38 സെന്റിമീറ്റർ. അതേ സൈസ്. സെയിം പാറ്റേൺ ആണ്. ഡാർക്ക്നെസ് ഇത് കുറച്ച് ലൈറ്റ് കളറാണ്, മറ്റേ ഡസ്റ്റ് ഡാർക്ക് ആണ്. അല്ല, ഇത് ജെൻഡറിൻ അല്ല, ഇത് നോർമൽ. ഒന്നും ജെൻഡറിൻ ആണ്. ഇത് 35 സെന്റിമീറ്റർ. അതെ, അതെ. നല്ല ഡിമാൻഡ് ഉള്ളത്, എപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്ന നല്ല ഭംഗിയുണ്ടോ. അതെ, വെറൈറ്റി ആണ്. വെറൈറ്റി വരുന്നത് 3 കളറായിട്ട് വരുന്നത്. ഏകദേശം 30 സെന്റിമീറ്റർ സൈസ് ആയിട്ടുള്ളത്. ഈ സൈസുള്ള നമ്മൾ സർട്ടിഫിക്കറ്റ് സൈസ് ഉണ്ടാവും, കാണിക്കോ? സൈസ് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുന്ന അന്ന് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുണ്ടാവും.
അടുത്തത് ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഓച്ചിബ. ഓച്ചിബ. ഓച്ചിബയാണ് വലിയ സൈസ്. കുറച്ച് വലിയ സൈസ് അല്ലേ? 55 സെന്റിമീറ്റർ സൈസ്, 55 60 സെന്റിമീറ്റർ സൈസ് ഉള്ളത്. രണ്ടും ഒരേ സൈസ് തന്നെയാണ്. രണ്ടും ഏകദേശം ഒരേ സൈസ് ആണ്. ഇത് നല്ല ഷേപ്പുള്ള നല്ല ഫിഷാ. ഇതൊക്കെ നല്ല ഇതിനൊക്കെ ഒരു പ്രത്യേക ഒരു ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. ഈ ഒരു പാറ്റേൺ ഒരുപാട്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ കാണാത്ത ഒരു കണ്ടില്ല, അതിന്റെ ഭംഗി കണ്ടില്ലേ? അങ്ങനെ ഇല്ല, നല്ല ഇണക്കുള്ള ഫിഷ്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിഷ്. അപ്പോ ഇതിപ്പോ ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ഈ നെറ്റ്. ഇത് നെറ്റ് വലിയ ഫിഷിനെ പിടിക്കാനുള്ള നെറ്റാണ്. ഓ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതില്ലെങ്കിൽ വലിയ ഫിഷിനെ പിടിക്കാൻ കഴിയും. ഇതിന് അടിഭാഗം തുറന്നു കിടക്കണത് ഫ്രണ്ട്സ്. നല്ല അടിപൊളി നെറ്റ്. ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനത്തെ നെറ്റ് കണ്ടിട്ടില്ല. നല്ല ഫിഷിനെ കോഴിക്കാർപ്പിനെ പിടിക്കാൻ പറ്റില്ല, അടിപൊളി സംഭവം. ഇതിൽ വലിയ സൈസ് ഒക്കെ അതിൽ പോകും അല്ലേ? അപ്പോൾ ഇതിന് വേറെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ കോഴിക്കാർപ്പിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തോട് കൂടി കിട്ടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മറ്റ് നമ്മൾ നെറ്റിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷതം സംഭവിക്കാനൊക്കെ ഉണ്ട്. ഇതാവുന്നും ഉണ്ടാവില്ല, ഫുള്ള് സേഫ്റ്റി ആയിട്ട് നമുക്ക് ആ കോഴിക്കാർപ്പിന് ഇതിൽ കിട്ടും. ഒരു 2-3 വലിയ സൈസിലുള്ള നമുക്ക് ഈ ഒരു ടാങ്കിൽ, ഈ ഒരു നെറ്റിൽ നമുക്ക് ഈസിയായി പിടിക്കാം. പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻട്രൻസിലൂടെ വിടേണ്ട ആവശ്യമില്ല. ഇവിടെ തുറന്ന് നടക്കുന്നുണ്ട്, ഇതിലൂടെ പോകൂലേ? അടിപൊളിയായിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ പഠിക്കാൻ കിട്ടുന്നതാ? ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ നെറ്റ്. വലിയ കോഴിക്കാർപ്പിനെ പിടിക്കാൻ ഇനി വലിയ ബുദ്ധിമുട്ട് ആവശ്യം വരുന്നില്ല. ഈ നെറ്റ് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഫിഷിനോട് കുറച്ച് മുമ്പ് കണ്ടു അല്ലേ? കുറച്ചൊന്ന് കൂളായിരിക്കും. ഇനിയിപ്പോ എന്താ പറയാ? ഇനിയിപ്പോ നമുക്ക് നമ്മളെ ഫിഷ് വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പൊ ഒരു പക്ഷേ എന്തെങ്കിലും അറിയാത്ത ആളുകളുണ്ടാവും. ഫിഷ് എങ്ങനെ വളർത്തണം, എന്താണ് ചെയ്യേണ്ടത്, പക്ഷെ ആഗ്രഹം ഉണ്ടാവും. ഒരുപാട് ഫിഷിനെ വാങ്ങി വളർത്തണം എന്ന് ആഗ്രഹം. അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ഫുള്ളായിട്ട് നമ്മള് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. വേണമെങ്കിൽ നമ്മള് പോയിട്ട് തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. എന്തൊക്കെയാ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. സാധാരണ ഫിഷ് വാങ്ങിയിട്ട് നമ്മളാണ്ട് പിന്നെ ഫിഷ് ആണ് വാങ്ങിയിട്ട് പിന്നെ നോക്കാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ കോഴിക്കാർപ്പ് പറഞ്ഞ സംഭവം പറഞ്ഞത് വളർത്താൻ എല്ലാവരും ആയിരിക്കും വലിയ ബുദ്ധിമുട്ടുള്ള. പക്ഷെ ശരിക്കും അത് അതിന്റെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയ സംഭവം അല്ലേ? ഫിഷുകളെ അപേക്ഷിച്ച് സിമ്പിൾ ആണ്. കാരണം പെട്ടെന്ന് അങ്ങനെ രോഗങ്ങൾ കാര്യങ്ങളൊന്നും തീരെ കെയർലെസ് ആയിട്ട് ഇട്ടാൽ മാത്രമേ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ. ഫിൽട്രേഷൻ മസ്റ്റ് ആണ്. വലിയ ഫിഷ് ആകുമ്പോൾ ഫിൽട്രേഷൻ എന്തായാലും വേണം. അപ്പൊ ഇവിടുന്ന് ഫിഷ് മേടിച്ചാല് അതിന് കട്ട സപ്പോർട്ടും തരും. അതെങ്ങനെ ഇവിടുന്ന് വളർത്തണം, അതിന് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അവൈലബിൾ ആണ് അല്ലേ? കൊടുക്കാനുള്ള ക്വാളിറ്റി ഫുഡുകളൊക്കെ ഇവിടുന്ന് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും സംഭവം. അപ്പൊ ഒരു കോഴിക്കാർപ്പ് ഇവിടുന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്കുള്ള അതിനുള്ള ഫുഡ്, അതിന്റെ ഫിൽട്രേഷന്റെ മെഷീന് അതൊക്കെ ഇവിടുന്ന് അവൈലബിൾ അല്ലേ? എല്ലാം നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ കുറച്ചുകൂടി കോഴിക്കാർപ്പ് നോക്കാം അല്ലേ? ഇവിടെ നോക്കി നോക്കാം. നമുക്ക് ചെറിയ സൈസ് നോക്കാം. നമ്മള് വലിയ സൈസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഞാൻ അടുത്ത ജപ്പാൻ കോഴിക്കാർപ്പിന്റെ എത്ര സൈസ് ഉള്ളതാ? അപ്പൊ ഇത് നമ്മള് 20 സെന്റിമീറ്റർ മുതൽ 30 സെന്റിമീറ്റർ ആ സൈസിലുള്ളതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അത്രയും സർട്ടിഫിക്കറ്റുകൾ അതിലുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒറിജിനൽ ജപ്പാൻ കോഴിക്കാർപ്പിന്റെ ചെറിയ സൈസുള്ളതാണ്. അപ്പോൾ ചെറിയ സൈസുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ഓരോന്ന് നമുക്ക് എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മളെ കൂടെ ഇതാക്കും ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഇത് നമ്മളെ ഷോവ അല്ലേ? ഷോവ ഒന്ന് ഷിനോഡ ഫാം, ഒന്ന് ഡാനിച്ചി ഫാം. രണ്ട് വേറെ ഫാം. ചെറിയ എത്ര സെന്റിമീറ്റർ ആയതാണ് ഇത്? 20 സെന്റി 18 സെന്റി 20 സെന്റിമീറ്റർ ആയതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ കയ്യിലുള്ളത്. അതെ അതെ, ചെറുതിനടക്കം സർട്ടിഫിക്കറ്റ്. അതെ. അടുത്ത നല്ല രസമുണ്ടല്ലോ. ഇതാണ് ടാൻജോ വെറൈറ്റി അല്ലേ? അതെ. രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. ഇത് ഒന്ന് ജിൻഡ്രിൻ ആണ്. ഒന്ന് ജിൻഡ്രിങ് വരുന്നത് അല്ലേ? ഒന്ന് ജിൻഡ്രിങ് ഇല്ലാത്തത്. ടാൻജോ. ഇതിലിപ്പോ ഇങ്ങനെ ഉണ്ടായി. ഇതിൽ വേറെ കളറിഞ്ഞ് ഇല്ല. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. രണ്ടിന്റെ അല്ലേ? ഇതൊക്കെ നല്ല ഫാം. ഷിനോഡ ഫാം എന്ന് പറഞ്ഞാല് നല്ല ജപ്പാനിലെ നമ്പർ 1 ഫാമുകളിൽ പെട്ടാണ് ഇത്. എത്ര സെന്റിമീറ്റർ ആണ് ഇപ്പൊ കാണിച്ചത്? ഇത് 18 ഒന്ന് 20. പിന്നല്ല ഇത് യെല്ലോ മങ്കി എന്ന് പറയും. യെല്ലോ മങ്കി കേട്ടില്ലല്ലോ പേര്. യെല്ലോ മങ്കി അല്ലേ? ഇതൊക്കെ നമ്മുടെ ഡാനിച്ചി ഫാമിന്റെ സാധനമാണ്. ഡാനിച്ചി ഫാമിന്റെ ഈ ഇത് കാണുന്നത് അല്ലേ? അതിന്റെ തന്നെയാണ് ഇതും. അതെ അതെ. യെല്ലോ അല്ലേ? ഇതിന്റെ രസം വെറൈറ്റി ആണുള്ളത് ഈ സംഭവം. അതെ. ഇനി ഏതാണ് അടുത്തതില്ലേ?
ഇതില് സുഷി ഇത് വേറെ ഫാമാണ്, ഡാനിച്ച് അല്ല. ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഫാമാണ്. വലുത് കാണിച്ചതല്ലേ, അതിന്റെ ചെറുതാണ് വരുന്നത്. ഇത് ഇത് ഡാനിച്ച്, ഡാനിച്ചിന്റെ ജിൻഡ്രിങ് വരുന്നത്. സിംഗിൾ കളറാണുള്ളത്. ഇതാണ് ബെനി. ബെനി ഇതില് വേറെ കളറൊന്നും ഇല്ല, സിംഗിൾ കളർ. എത്ര സെന്റിമീറ്റർ ആയതാണ് അപ്പൊ അത് 20 സെന്റിമീറ്റർ ആയത്. അത് വെറൈറ്റി കളറല്ലേ, സിംഗിൾ കളറായിട്ട്. ഇത് കാണിക്കുന്നത് ഇത് നമ്മള് ഐശ്വരി. വലുതൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ല. വലുപ്പം വെക്കുള്ള കളർ നല്ലതായിട്ട് എടുത്തു. എത്ര സെന്റിമീറ്റർ എടുത്തത് അത്? ഇതൊക്കെ 20 സെന്റിമീറ്റർ. ഇതൊക്കെ 20 സെന്റിമീറ്റർ. 20, 22, 25 പല സൈസ് ഉണ്ട്. ഇത് ഇതൊക്കെ ഏകദേശം 25 സൈസ്. ഇത് സുഷി നേരത്തെ കണ്ടില്ല. ഇതാണ് ഡാനിച്ച് ഫാമിന്റെ യെല്ലോ മങ്കി എന്ന് പറയുന്നത്. അതെ അതെ, യെല്ലോ മങ്കി അല്ലേ? അതെ. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ എങ്ങനെ ജപ്പാനും നമ്മുടെ ഇന്ത്യൻ കോഴിക്കാർക്കും ഡിഫറൻസ് കാണാൻ പറ്റുന്നത്? നമുക്ക് ഇന്ത്യനെ അപേക്ഷിച്ച് നമുക്ക് ഈ സൈസിൽ തന്നെ ഇതിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് വേറെ തന്നെ ഷേപ്പിലാണ് വരുന്നത്. അതെ, ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ജപ്പാൻ കോഴിക്കാർപ്പാണല്ലേ. അത് വേറെ തന്നെയാണ് സൈസ്, ആ ഒരു സൈസിലേക്കും. പിന്നെ ഫാസ്റ്റ് ഗ്രോത്ത് ആണത്. അതിനായിട്ട് 3 ഇരട്ടി ഫാസ്റ്റിൽ വരുന്നത്. പിന്നെ മറ്റേക്കാളും കളറും എല്ലാം കൂടും. കളറ് നല്ല കളറ് ഓൾറെഡി പാറ്റേൺ ഒരു സെലക്റ്റീവ് അല്ലേ ഇതൊക്കെ. അടുത്തത് ഇതാണ് കോഹാക്കു. എന്റെ ജിൻഡ്രിങ് ആണ്. ജിൻഡ്രിങ് വരുന്നത്. ജിൻഡ്രിങ് ഇല്ലാത്ത പോലെ അല്ലേ? അത് ജിൻഡ്രിങ് ഇല്ലാത്ത നമ്മള് ഫസ്റ്റില് കാണിച്ച ഒരു 70 സെന്റിമീറ്ററിന്റെ വലിപ്പമുള്ളത് അതിന്റെ ചെറുത്. അതെ അതെ അതെ. ഇത് 10 സെന്റിമീറ്റർ ആയതാണ് ഇപ്പൊ. ഇത് 25 സെന്റിമീറ്റർ ആയതല്ലേ? ഈ രണ്ട് ജിൻഡ്രിങ് അതിനാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ? നല്ല മറ്റേക്കാളും ഭംഗി കൂടുതലല്ലേ റെഡ് കളർ വന്നിട്ട്. അടുത്തടുത്ത് ഇതാണ് കുജാക്കോ. വെറൈറ്റിയിൽ വരുന്നത്. ഇത് രണ്ട് കുജാക്കോ. ഇത് വരുന്നത് അക്കാമസുബ. വെറൈറ്റി ഒരു കളർ വരുന്നുണ്ടല്ലേ? ശരിക്കും വലുതായി കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ടച്ച് ഉണ്ട് വരും. എന്താ പേര് പറയുന്നത്? അക്കാമസുബ. അത് ഏത് ഫാമത്താണത്? അത് അല്ല, ഈ പറഞ്ഞ പുതിയൊരു വെറൈറ്റി പേര് എവിടുത്തെയാണത്? ഇത് അക്കാമസുബ പറഞ്ഞില്ലേ? മർസൈ കോയി ഫാം. അല്ലേ? ഒരു കളർ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. വെറൈറ്റി കളർ അല്ലേ? ഇനിയിപ്പോ വലുതാവുമ്പോ കളർ ഗോൾഡ് നല്ലൊരു കളർ. ഇതിന് മുമ്പ് നമ്മള് വലുതുണ്ടായിരുന്നു ഇവിടെ. സെന്റിമീറ്റർ ആയതാ? ഇതൊക്കെ 18 സെന്റിമീറ്റർ. ഞാൻ അടുത്ത ഇലകള് രണ്ടും പറഞ്ഞല്ലേ? അത് കുജാക്കോ പറഞ്ഞു. ഇതേതാണ്? അത് നമ്മള് സാങ്കേല് വരുന്നത്. അതില് ജിൻഡ്രിങ്ങും വരുന്നുണ്ട് അല്ലേ? ഇതിപ്പോ എത്ര സെന്റിമീറ്റർ ആയതൊക്കെ കാണാതൊക്കെ? ഇത് സാങ്കേ വരുന്നത് 20 സെന്റിമീറ്റർ. ഇതൊക്കെ 20 സെന്റിമീറ്റർ താഴെ, 18 സെന്റിമീറ്റർ. അതെ, ഇത് ഏകദേശം 19 സെന്റിമീറ്റർ. ഇതിപ്പോ ഏത് ഫാമത്തെ ഇതൊക്കെ നമുക്ക്? സിനോഡുണ്ട്. ഒരുപാട് ഫാം. ഇതിൽ ഓരോ വെറൈറ്റി ഓരോ ഫാമാണ്, വ്യത്യസ്ത ഫാമല്ല. അപ്പൊ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കോഴിക്കറപ്പിന് മാത്രം, ഈ ജപ്പാൻ കോഴിക്കറപ്പിന് മാത്രമായിട്ട് ഇപ്പൊ? ഇതിപ്പോ നമ്മള് തുടങ്ങിയിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ. 6 മാസമായിട്ടുള്ളൂ. അപ്പൊ ഈ 30 വെറൈറ്റി ഇപ്പൊ നമ്മള് നോക്കി. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസ്, ജപ്പാൻ കോഴിക്കറപ്പ് എല്ലാവരും ആയിരിക്കും വലിയ റേറ്റും കാര്യങ്ങളൊന്നും അതൊന്നുമില്ല. അതെ, ഇല്ല. ഇത് പിന്നെ വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ട് പ്രൈസ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. നോർമലി ഇപ്പൊ എല്ലാവരും ജപ്പാൻ എന്ന് പറഞ്ഞാൽ വലിയ ഹൈപ്പ് കൊടുത്തിട്ട് വലിയ റേറ്റിന് നമുക്ക് അത്ര ഒന്നും പ്രൈസ് ഇല്ല. നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കണം. അപ്പൊ എല്ലാവരും ജപ്പാൻ കോഴിക്കറപ്പ് പറയുമ്പോൾ വലിയ റേറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നുമില്ല. ഇവിടെ താങ്ങാവുന്ന വിലകളിൽ മാത്രമേ ഇവിടെ സെയിൽ ഉള്ളൂ. അത് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ട്. അത് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് അല്ലേ? ഇവിടെ വന്നും മേടിക്കാം. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇന്ത്യൻ കാർപ്പറ്റ് ഇട്ട് ജപ്പാനാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
അതേപോലെയല്ല നമുക്ക് 100% ട്രസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ? സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നമുക്ക് 100% ട്രസ്റ്റഡ് ജപ്പാൻ മാത്രം ചെയ്യുന്നു. ജപ്പാൻ മാത്രമാണ്. അപ്പൊ ജപ്പാനിൽ ഒരുപാട് ഫേമസ് ഫിഷ് ഫാമുകൾ ഉണ്ട്. അവിടുന്നാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. ആ ഫിഷ് ഫാമിന്റെ പേരോട് കൂടിയാണ് ഇവിടുന്ന് ഫിഷ് ഏത് ചെറിയ 15 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ഒക്കെ സർട്ടിഫിക്കറ്റോട് കൂടി എല്ലാ രീതിയും ഉണ്ടാവും അല്ലെ? ഏത് ഫാമെന്ന് എടുത്തത് അതിന്റെ പേരും എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. അപ്പൊ സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മള് ഒരുപാട് ആളുകൾ ഇപ്പൊ ഫിഷ് സ്റ്റോക്ക് ഇല്ലാതെ അവരെടുത്തിട്ട് അവരെ ഫിഷ് വേറെയുള്ള ആളുകളെ ഫിഷൊക്കെ വീഡിയോ എടുത്തിട്ട് വിൽക്കുന്നവരുണ്ട്. നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ള സ്റ്റോക്കുള്ള ഫിഷ് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. നമ്മളെ അടുത്ത് കണ്ടീഷൻ ആയിട്ടുള്ള ഫിഷുകൾ മാത്രം നമ്മൾ ചെയ്തു. ഇവിടുന്ന് കണ്ടീഷൻ ചെയ്ത് 100% നമ്മള് ആ ഫിഷിന് യാതൊരുവിധ രോഗമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഗ്യാരണ്ടിയിലാണ് കൊടുക്കുക. സാധാരണ ആളുകൾ കൊടുത്ത് ഫിഷ് 2-3 ദിവസം കഴിയുമ്പോൾ ഡാമേജ് വരും. പല വേറെയുള്ള ഫാമിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഫിഷ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ വിജാറിന്റെ കോഴിക്കാർപ്പ് ഫിഷ് ഫാം? ജപ്പാൻ കോഴിക്കാർപ്പ് മാത്രമുള്ള ഫാം അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് എല്ലാവർക്കും